ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് DGPയുടെ നേതൃത്വത്തിലുള്ള 4 ഹയർ ഓഫീസേഴ്സാണ്. അവർക്കൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ സമയം വേണം, അതിന് സംവിധാനം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒതുങ്ങി നിൽക്കുകയാണ്. അതൊന്ന് അന്വേഷിച്ച് 1 മാസത്തിൽ അവർ റിപ്പോർട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ 100,000 കാര്യങ്ങൾ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാനുണ്ട്. 1-ാം ഘട്ടത്തിൽ പോലീസ് എടുക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എടുക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും ഇനിയുള്ള മറ്റുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് ഞാൻ പറയുന്നതും. അല്ലെങ്കിൽ ഏത് വഴിക്ക്, കോടതി വഴിയാണോ മറ്റു ഏജൻസികൾ വഴിയാണോ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുക, ആ മാർഗം സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് സത്യസന്ധമായിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നതെന്ന് ഉറപ്പ് വന്നാൽ മറ്റുള്ള തെളിവുകളും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും സ്വാഭാവികമായിട്ടും DGPയുടെ മുന്നിൽ എത്തിക്കും. ഞാൻ വെയിറ്റ് ചെയ്യാണ്. നമ്മളിതെല്ലാം പുറത്ത് പറഞ്ഞാൽ ഇതിൽ വേറെ അപകടമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ അവർക്ക് ഒരുപാട് ശേഷിയുണ്ട്, അവർക്ക് ഭീഷണിയുണ്ട്. അവർ ഈ പറയുന്ന പോലീസ് സംഘത്തിൻ്റെ കയ്യിൽ വലിയ പണമുണ്ട്, വലിയ ഗുണ്ടാ സംഘമുണ്ട്, അവർക്ക് വലിയ പിന്തുണയുണ്ട്. അപ്പോൾ ഈ കുടുങ്ങിക്കിടക്കുന്ന പാവങ്ങളൊക്കെ പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും വെളിവാക്കാതെ സ്വകാര്യമായി തന്നെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമായി സത്യസന്ധമായി പോകുന്നെങ്കിൽ ഇതെല്ലാം പുറത്തു വരും. അല്ലെങ്കിൽ മറ്റൊരു സംഘത്തിന് മുമ്പ്, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഈ തെളിവുകളുമായി നമുക്ക് പോകേണ്ടി വരും. ഞാൻ അതിന് കാത്തിരിക്കുക. ഒപ്പം തന്നെ ശ്രീ പി. അൻവർ, മറ്റൊരു കാര്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു, പലതിന്മേലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ, അതിലൊരു വിഷയാധിഷ്ഠിതമായ പിന്തുണ താങ്കൾ ഉൾപ്പെടുന്ന ഒരു പാർട്ടിയിൽ നിന്ന് താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ? 100%. അതുകൊണ്ടല്ലേ പാർട്ടി ഇതുവരെ എന്നെ തള്ളി പറയാതിരുന്നത്. അല്ലെങ്കിൽ എപ്പോഴും എന്നെ തള്ളി പറയില്ലേ? പക്ഷേ അജിത് കുമാറിനെതിരെയൊക്കെ നടപടി വൈകുന്നതിൽ താങ്കൾക്ക് ഒരു അസംതൃപ്തി ഉണ്ടോ? അല്ല, എനിക്കൊരു അസംതൃപ്തി ഇല്ല. പക്ഷേ അതിലൊരു അപകടമുണ്ട് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട പല തെളിവ് നൽകേണ്ട സാധാരണക്കാരായ മനുഷ്യരും പോലീസുകാരും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ ഭയപ്പാടിലാണ്. അതുകൊണ്ട് അവർ ശക്തമായി മുന്നോട്ട് വരാൻ ചെറുതായിട്ട് മടിക്കുന്നുണ്ട് ചില ആളുകൾ. അത് തന്നെയാണ് ശ്രീ പി. വി. അൻവർ. അതായത് ഞങ്ങളെപ്പോലെ നമ്മളൊക്കെ വളരെ സാധാരണക്കാരായ ആളുകളാണ്. ഇത്ര വളരെ ശക്തമായ തെളിവുകളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം അത്തരമൊരു സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, ശക്തനായി തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. അത് പലരെയും തെളിവുകൾ നൽകുന്ന, അത് മുന്നോട്ട് വരാനൊക്കെ മടിക്കുന്ന ഒരു ഘടകമായി തന്നെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്, അതിലൊരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാവുകയുണ്ട്. അത് താങ്കൾക്കും ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അതുണ്ട്. ഞാൻ ഇന്നലെ DGPക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, ഈ ഘട്ടത്തിൽ ഈ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, എനിക്കറിയാം താങ്കളുടെ പക്കൽ ഒരു പക്ഷേ ഇതിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതൊന്നും പുറത്തുവിടുന്നില്ല. ഈ അന്വേഷണത്തിന്റെ ദിശ എങ്ങോട്ടാണ് എന്നറിഞ്ഞ ശേഷം കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാം എന്നുള്ളതാണോ താങ്കളുടെ തീരുമാനം? അത് തന്നെയാണ് തീരുമാനം. അങ്ങനെ തന്നെ പോകുള്ളൂ. ഞാനും കുറച്ച് ബുദ്ധിപരമായിട്ടാണ് പോകുന്നത്. എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരും ഈ പറയുന്ന ക്രിമിനലിസം ചെയ്തവരൊക്കെ അതിബുദ്ധിമാന്മാരാണ്. അപ്പോൾ ചെറിയൊരു പ്രായോഗിക ബുദ്ധി ഞാൻ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുമെന്നും കുറ്റവാളികൾ രക്ഷപ്പെടുമെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനും കുറച്ച് ബുദ്ധിപരമായ നീക്കത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.